വയനാട് ചേകാടി സ്കൂളിലെത്തിയ ആനക്കുട്ടി ചെരിഞ്ഞു. കർണാടക വനം വകുപ്പിന്റെ വെള്ള ആന ക്യാമ്പിലായിരുന്നു ആനക്കുട്ടി. കഴിഞ്ഞ മാസം 18-നാണ് ആനക്കുട്ടി ചേകാടി സ്കൂളിലെത്തിയത്. ആനക്കുട്ടിയെ വനത്തിൽ വിട്ടുവെങ്കിലും ആനക്കൂട്ടം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് ആനക്കുട്ടിയുടെ സംരക്ഷണം വെള്ള ആന ക്യാമ്പ് ഏറ്റെടുത്തത്. കമൽ ചേരുന്നു വിവരങ്ങളുമായി. കമൽ, തീരെ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ അമ്മയോടൊപ്പം കഴിയേണ്ട സമയങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. ഈ ആനക്കൂട്ടം അടുപ്പിക്കാതായതോടെ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അത് ആരോഗ്യമായി ബാധിച്ചിട്ടുണ്ടാവുമോ? മോത്തി, അങ്ങനെയല്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് തന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിദഗ്ധരുമായി ബയോളജിസ്റ്റുകളുമായി ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഈ ആനക്കൂട്ടം ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ അതിന് ജൈവികമായ കാരണങ്ങൾ ഉണ്ടാകും. മിക്കവാറും അത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമാകും. ഹെർപ്പസ് ബാധയാണ് സാധാരണയായി ഈ കുട്ടികളിൽ ജനിച്ച ഉടനെ കാണുന്നത്. അത്തരത്തിൽ അസുഖം വന്ന ആനക്കുട്ടിയെയാണ് കൂട്ടം ഉപേക്ഷിക്കുക. നമ്മൾ എത്ര ശ്രമിച്ചാലും കൂട്ടം പിന്നീട് ആനക്കുട്ടിയെ ഒപ്പം കൂട്ടില്ല. അന്ന് തന്നെ പലരും നമ്മളോട് ഇക്കാര്യം പങ്കുവെച്ചിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും ആനക്കുട്ടി കൂട്ടത്തിനൊപ്പം ചേർന്നില്ല. പിന്നീട് ഈ സ്കൂളിൽ വന്നതിന് ശേഷം കേരള വനം വകുപ്പ് കാട്ടിൽ ആനക്കൂട്ടത്തിന് അടുത്ത് കൊണ്ടുവിട്ടതാണ് ഈ ആനക്കുട്ടിയെ. പക്ഷേ ആനക്കൂട്ടം ഉപേക്ഷിച്ചു. പിന്നീട് പുഴ നീന്തിക്കടന്ന് ആനക്കുട്ടി അക്കരെ കർണാടകയിലെ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ നിന്നാണ് കർണാടക വനം വകുപ്പ് ആനക്കുട്ടിയെ ഏറ്റെടുത്ത വെള്ള ആന ക്യാമ്പിൽ സംരക്ഷിച്ചത്. അതിനുശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഇത് മുൻപരിചയമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അധികകാലം ആ ആനക്കുട്ടിക്ക് ആയുസ് ഉണ്ടാകില്ല. ആനക്കൂട്ടം ഉപേക്ഷിച്ചതാണെങ്കിൽ അതിന് അസുഖമാകുമെന്ന്. അതേപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആനക്കുട്ടി ചെരിഞ്ഞിരിക്കുകയാണ്. ശരി കമൽ.